കുക്കറിൻ്റെ വിസിലും കേട്ട് നിൽക്കുകയും ചെയ്യേണ്ട, കരിഞ്ഞു പോകുമെന്നുള്ള പേടിയും വേണ്ട. നമ്മൾ ഗോതമ്പ് അൽസ ഉണ്ടാക്കുന്ന കാര്യമാണ് പറഞ്ഞു വരുന്നത്. ഇനി അൽസ ഉണ്ടാക്കാൻ മണിക്കൂറുകൾ വേണമെന്നൊന്നും കരുതി ആരും മടിപിടിച്ചിരിക്കുകയൊന്നും ചെയ്യേണ്ട. നമുക്കിത് കുറച്ച് മിനിറ്റുകൾ കൊണ്ട് തന്നെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇത് സാധാരണ ഈ സൽക്കാരത്തിനും കല്യാണത്തിനും മാത്രമല്ല നമ്മൾ കാണാറ്. എന്നാൽ വീട്ടിൽ പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കണമെങ്കിൽ അതിനുള്ള ഒരു ടിപ്പുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. വളരെ കുറച്ച് ചിക്കനും അതുപോലെ തന്നെ കുറച്ച് ഗോതമ്പും കുറച്ച് ഇൻഗ്രീഡിയൻസും കൊണ്ട് മാത്രം നല്ല അടിപൊളി അലീസ നമ്മളെ വീട്ടിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അലീസ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഗോതമ്പ് വേവുന്ന കാര്യമാണ് എല്ലാവരും ചിന്തിക്കുക. എന്നാൽ ഇനി അതൊന്നും ചിന്തിച്ച് തല പുകയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. എങ്ങനെയാണ് പെട്ടെന്ന് ഇതുണ്ടാക്കുന്നത് കാണിച്ചു തരാം. ഇന്നലെ രാത്രി കുതിർത്തതായിരുന്നു. കുത്തിയ ഗോതമ്പാണ് വാങ്ങിയത്. ഗോതമ്പിൻ്റെ തൊലിയെല്ലാം കളയുന്ന ഗോതമ്പാണ് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത്. 200 ഗ്രാം ഗോതമ്പ് മാത്രമാണ് നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് അധികമോ കുറവോ എന്താ വേണമെങ്കിൽ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തോളൂ. പിന്നെ 4-5 കഷ്ണം ചിക്കനാണ്, എല്ലില്ലാത്ത ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ചെറിയ കഷ്ണം മതി. ഗോതമ്പൊക്കെ നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുത്തത് 4-5 കഷ്ണം ചിക്കനും ഒരു വലിയ ഉള്ളി വലിയ രീതിയിൽ തന്നെ അരിഞ്ഞിട്ട് കൊടുത്താൽ മതി. പിന്നെ ചേർത്ത് കൊടുത്തത് 2 കഷ്ണം പട്ട, ഒരു 3 ഗ്രാമ്പു, ഒരു 2-3 ഏലക്ക എല്ലാം കൂടി ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമ്മൾ അടുപ്പിലേക്ക് വെച്ചാൽ മതി. ഒരേ ഒരു വിസിൽ മതി, അല്ലെങ്കിൽ 2 വിസിൽ മതി. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തിയേക്കണേ. പിന്നെ ആ ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് അമർത്തിയേക്കണേ. ഉള്ളിയും പട്ടയും ഗ്രാമ്പും ഏലക്കായും എല്ലാം ആവശ്യത്തിന് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. 200 ഗ്രാം ഗോതമ്പ് അൽസക്ക് നമ്മൾ ചേർത്ത് കൊടുത്തത് 4 ഏലക്കായാണ്. പിന്നെ ഒരു 3 ഗ്രാമ്പു, ഒരു 2 ചെറിയ കഷ്ണം പട്ട ചേർത്ത് കൊടുത്താൽ മതി. ഇത്രയും കൃത്യമായി നമ്മൾ പറയുന്നത് ഇതുണ്ടാക്കാൻ അറിയാത്തവർക്ക് വേണ്ടി മാത്രമാണ്. പിന്നെ നമ്മൾ പറഞ്ഞില്ലേ ഇത് പെട്ടെന്ന് വെന്ത് കിട്ടുമെന്ന്. 2-3 വിസിൽ മതി. എന്നിട്ട് സ്റ്റൗ ഓഫ് ചെയ്യുക. പിന്നെ നമ്മളിതാ ചോറുണ്ടാക്കുന്ന കുക്കറിലേക്കാണ് അത് ഒഴിച്ചു കൊടുക്കുന്നത്. ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കണേ. എത്ര പെട്ടെന്നാണല്ലേ. ഇനിയാണ് മാജിക്ക് കാണാൻ പോകുന്നത്. അൽസയൊക്കെ ഈ പാത്രത്തിലാക്കി മൂടി വെച്ച് ഒരു അരമണിക്കൂർ നമുക്ക് മറ്റുള്ള എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്ത് തീർക്കാം. അപ്പോഴേക്കും അൽസയൊക്കെ നല്ലവണ്ണം വെന്തിട്ടുണ്ടാവും. അതാ പറഞ്ഞത്, ഗോതമ്പ് വേവേണ്ട കാര്യം വിചാരിച്ച് ആരും അൽസ ഉണ്ടാക്കാണ്ടിരിക്കണ്ട. നല്ലവണ്ണം ഗോതമ്പ് വെന്തിട്ടുണ്ടായിരുന്നു. അതൊരു നല്ല കയ്യിൽ വെച്ച് നല്ലവണ്ണം ഉടച്ചു കൊടുക്കണേ. പണ്ടൊക്കെ ഇത് വിറകടുപ്പിലായിരിക്കും ഉണ്ടാക്കുക. പിന്നെ ഗോതമ്പ് വെന്ത് കിട്ടാനും കുറേ സമയം പിടിക്കും. എന്തായാലും 2-3-4 മണിക്കൂറെങ്കിലും എടുത്തിട്ടായിരിക്കും ഈ അൽസ ഉണ്ടാക്കുന്നത്. ഇപ്പോഴങ്ങനെയല്ല, പെട്ടെന്ന് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മൾ അൽസയൊക്കെ നല്ലവണ്ണം ഉടനെ നല്ല സോഫ്റ്റായ ശേഷം അതിലേക്ക് നമ്മൾ പാലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. തേങ്ങാപ്പാൽ വേണമെങ്കിൽ തേങ്ങാപ്പാൽ ചേർക്കാം. തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്താലായിരിക്കും നല്ല ടേസ്റ്റ്. പാക്കറ്റ് പാലായാലും രുചിക്കൊട്ടും കുറവൊന്നും ഉണ്ടാവില്ല. പാലും ചേർത്ത് നല്ലവണ്ണം തിളവന്ന ശേഷം നമ്മൾ അത് അടുപ്പിൽ നിന്നും മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് നിങ്ങൾക്ക് എത്രയാണ് പശു നെയ്യ് വേണ്ടത് അത് ചേർത്ത് കൊടുത്ത് നെയ്യൊക്കെ നല്ലവണ്ണം ചൂടായി വന്നാൽ ഒരു മീഡിയം സൈസ് ഉള്ളിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അത് നെയ്യിൽ നല്ലവണ്ണം വഴറ്റിയതിന് ശേഷം കുറച്ച് ബ്രൗൺ കളറാകുമ്പോൾ മാത്രം അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുത്താൽ മതിയേ. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റും ഷെയറും എല്ലാം ഒന്ന് ചെയ്തേക്കണേ. ഇനിയിപ്പോൾ എല്ലാവരും പഠിച്ചില്ലേ അൽസ എങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കേണ്ടതെന്ന്. മിക്കവർക്കും അൽസ ഉണ്ടാക്കാൻ അറിയണ്ടായിരിക്കും. പക്ഷേ പെട്ടെന്ന് എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് അറിയാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അണ്ടിപ്പരിപ്പ് കൂടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൂടി നല്ലവണ്ണം വഴറ്റി ബ്രൗൺ കളറാവുമ്പോൾ മാത്രം മുന്തിരി കൂടി ചേർത്ത് കൊടുത്താൽ മതിയേ. ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ ചോദിക്കും ഇത്രയും കാലം ഈ ബുദ്ധി എവിടെ പോയി എന്ന്. ഇപ്പം നമ്മൾ കല്യാണത്തിനോ സൽക്കാരത്തിനോ ഒന്നും കാത്തു നിൽക്കാറൊന്നുമില്ല. അൽസ കഴിക്കണമെന്ന് തോന്നുമ്പോൾ ഇതങ്ങനെ പെട്ടെന്ന് നമ്മൾ ഉണ്ടാക്കി കഴിക്കും. ഇത് വളരെ ഹെൽത്തിയുമാണ്, എന്നാൽ നല്ല ടേസ്റ്റിയുമാണ്. പശു നെയ്യിൻ്റെയും വറുത്ത അണ്ടിപ്പരിപ്പും ഉള്ളിയും എല്ലാം കൂടി ചേരുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇനി ചൂടോടെ ഇത് നമുക്ക് കഴിക്കാം. ഇന്നത്തെ നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും വരാം. ടാറ്റാ, ബൈ ബൈ.